ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ആതിര. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ടോപ്പിക്, അതായത് അലോയ് ജോജോബ കണ്ടീഷണർ. അപ്പം ഈ ഒരു അലോയ് ജോജോബ കണ്ടീഷണർ എന്ന് പറയുന്നത് നമ്മുടെ അലോയ് ജോജോബ ഷാമ്പൂവിൻ്റെ കൂടെ തന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലോഞ്ച് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷണറിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്യുവർ സ്റ്റെബിലൈസ്ഡ് അലോവേര ജെല്ലാണ്. അലോ ബാർബഡിനസ് മില്ലർ കൊണ്ട് ഉണ്ടാക്കിയ പ്യുവർ സ്റ്റെബിലൈസ്ഡ് അലോവേര ജെൽ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആർഗൻ ഓയിൽ. ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഏറ്റവും ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് റോസ് കാനിന ഫ്രൂട്ട് ഓയിൽ. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ജോജോബ ഓയിൽ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ്. 100% നാച്ചുറൽ സ്റ്റെബിലൈസ്ഡ് അലോവേര ജെൽ ആൻഡ് ജോജോബ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ സ്റ്റെബിലൈസ്ഡ് കണ്ടീഷണർ ആണിത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് മോയ്സ്ചേർഡ് ആക്കി വെക്കാനും അതുപോലെ തന്നെ നല്ല ഷൈനി ആയി വെക്കാനും സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു നമ്മുടെ അലോവേര ജോജോബ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ മോയ്സ്ചർ നമ്മുടെ തലയിൽ ഡ്രൈ ആക്കാതെ നമ്മളെ ആ ഒരു സ്കാൽപ്പിനെയും നമ്മുടെ ഹെയറിനെയും നല്ല മോയ്സ്ചേർഡ് ആക്കി വെക്കാനും മോയ്സ്ചർ ലോക്ക് ചെയ്യാനും ഈ ഒരു കണ്ടീഷണർ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെയറിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ്, അതുപോലെ സ്പ്ലിറ്റൻസ്, അതുപോലെ തന്നെ ഹെയറിലുണ്ടാവുന്ന മറ്റ് എന്താ പറയുക, ഹെയറിലേക്ക് ഇറങ്ങേണ്ട പോഷകങ്ങൾ അതേ രീതിയിൽ തന്നെ ഇറങ്ങാനും ഒക്കെ ഈ ഒരു അലോ ജോജോബ കണ്ടീഷണർ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കണ്ടീഷണർ നമ്മളെ ഹെയറിനെയും സ്കാൽപ്പിനെയും ഒരുപോലെ തന്നെ നല്ല മോയ്സ്ചേർഡ് ആക്കി വെക്കുന്നുണ്ട്, മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇത് നമ്മുടെ ഹെയർ ക്യൂട്ടിക്കിൾസിൽ ഉണ്ടാവുന്ന സ്വെല്ലിംഗ് ഉണ്ടാവില്ല, ആ സ്വെല്ലിങ്ങിനൊക്കെ ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ ഹെയർ ക്യൂട്ടിക്കിൾസിനെ നല്ല ടൈറ്റ് ആക്കാനും സഹായിക്കുന്നുണ്ട്. അക്കാരണത്താൽ തന്നെ നമ്മുടെ ഹെയർ ഫോളിംഗ് കുറയുകയും ഇതിനൊരു നമുക്ക് വേണമെങ്കിൽ ഒരു ആൻറ്റി ഹെയർ ഫോൾ കണ്ടീഷണർ എന്ന് വിളിക്കാം. ഈ നമുക്കിപ്പോൾ ഹെയർ ഫോളിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അലോയ് ജോജോബ ഷാമ്പൂവിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് അലോയ് ജോജോബ കണ്ടീഷണർ കൂടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പ്ലിറ്റ് ഹെയറിനെ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. സ്പ്ലിറ്റ് ഹെയർ മീൻസ് നമ്മളെ ഹെയറിൻ്റെ തുമ്പിൽ ഇങ്ങനെ രണ്ടായിട്ട് ഒരു മുടി തന്നെ ഒരൊറ്റൊരു മുടീൻ്റെ ഇത് ഇങ്ങനെ രണ്ടായിട്ട് കീറിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഹെയർ ഡാമേജ് ആവാൻ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഹെയർസിലൊക്കെ ഈ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡ്രൈ ആയിട്ടുള്ളവരുണ്ടാവില്ല, അപ്പം കോമ്പൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കണ്ടീഷണർ ഈ ഒരു ഷാമ്പൂവിൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയറിൻ്റെ ആ പൊട്ടിപ്പോകൽ, അതായത് കോംബ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അതുപോലെ പൊട്ടിപ്പോകുന്നത്, സ്പ്ലിറ്റൻസ് ഉണ്ടാകുന്നതൊക്കെ കുറയ്ക്കാനും ഈ ഒരു കണ്ടീഷണർ സഹായിക്കുന്നുണ്ട്. ഈ ഒരു കണ്ടീഷണറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഏതൊരു ഹെയർ ടൈപ്പിനും ഈ ഒരു കണ്ടീഷണർ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇന്ന ഹെയർ ടൈപ്പിനൊന്നുമില്ല. കേളി ഹെയറിന് ഉപയോഗിക്കാം, വേവി ഹെയറിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഹെയർ ആണ് അതിനും ഉപയോഗിക്കാം. അങ്ങനെ ഇന്ന ഹെയറിനൊന്നുമില്ല, ഏത് ഹെയറിനും. അതുപോലെ തന്നെ കളേർഡ് ഹെയർസിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ കളർ ചെയ്തവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ചില കണ്ടീഷണേഴ്സും ചില എന്താ പറയുക ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള ഏതൊരു ഹെയർ ടൈപ്പിനും ഈ ഒരു കണ്ടീഷണർ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷണറിൽ ഓയിൽ, അതുപോലെ തന്നെ പ്രോട്ടീൻ, അതുപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് കണ്ടന്റ് ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. അതിനാൽ തന്നെ നമ്മളെ ഹെയറിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും, ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടീഷണർ ഒറ്റ യൂസ് തന്നെ ലോങ് ടേം സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ്. അതായത് ഇപ്പം നമ്മളുടെ ഹെയറിൻ്റെ നമ്മുടെ ഹെയർ ഏതൊരു ടെക്സ്ചർ ആയിക്കോട്ടെ, ആ ഒരു ടെക്സ്ചറിനെയും അപ്പിയറൻസിനെയും നന്നായിട്ട് തന്നെ എന്താ പറയുക എൻഹാൻസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹെയറിനെ നല്ല ഹെൽത്തി ആൻഡ് അട്രാക്റ്റീവ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടീഷണർ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ നിന്നൊക്കെ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അതായത് സ്പ്ലിറ്റൻസ് ആയിക്കോട്ടെ, അതുപോലെ പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ കയറിയിട്ട് നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ, അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകും ഡ്രൈ ഹെയർസ് ഒക്കെ, ഒന്ന് കോംബ് ചെയ്താൽ മതി അപ്പം തന്നെ പൊട്ടിപ്പോകും. അങ്ങനത്തെ ഹെയർസിനൊക്കെ സംരക്ഷിക്കാനും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഹെയറിനൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാനൊക്കെ ഈ ഒരു കണ്ടീഷണറാണ് നമുക്ക് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. യൂസ് ചെയ്യുന്നത് ഈസിയാണ്. നമ്മൾ ഷാമ്പു ചെയ്തതിന് ശേഷം നമ്മൾ ഈ കണ്ടീഷണർ കുറച്ച് നമ്മുടെ കയ്യിലേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ സ്ട്രാങ്സിലേക്ക്, അതായത് നനഞ്ഞ ആ ഒരു ഹെയർ സ്ട്രാങ്സിലേക്ക് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. റൂട്ട് ടിപ്പ് വരെ നമ്മൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 2 to 5 മിനിറ്റ്സ് ഒക്കെ നമ്മളത് വെച്ചതിന് ശേഷം പിന്നെ സാധാ നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെ അതൊന്ന് കഴുകിക്കളയുക. അപ്പം നമ്മൾ ആ ഒരു ഷാമ്പു ചെയ്ത് നമ്മൾ ആ കണ്ടീഷണറും കൂടി ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെയർ നല്ല പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും. അതിൻ്റെ അപ്പിയറൻസും ടെക്സ്ചറൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മൾ എങ്ങനെ നമ്മൾ ഹെയർ നമ്മൾ
കെട്ടിയാലും അഴിച്ചിട്ടാലും ഒക്കെ അതിന് അതിൻ്റെതായ ഒരു ഷൈനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മളുടെ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിസ്കൗണ്ടിൽ ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാനിവിടെ നമ്പർ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.